ശ്രുതിയെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ചേച്ചി ഭക്ഷണവുമായി അശ്വൻ്റെ അടുത്തേക്ക് വരുന്നത്. അഞ്ജലി പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയെങ്കിലും ഈ ഭക്ഷണം ഒന്ന് കഴിക്കു കുഞ്ഞാ എന്നൊക്കെ പറഞ്ഞ് അശ്വനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. അശ്വന് കൈ വയ്യാത്തതുകൊണ്ട് അഞ്ജലിയാണ് വാരി കൊടുക്കുന്നത്. അത് കണ്ട് അശ്വന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അഞ്ജലി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയേ, എന്താണ് ശ്രുതിക്ക് പറ്റിയേ, എന്നോടൊന്ന് പറയൂ കുഞ്ഞാ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചോദിക്കുന്നില്ല, നിനക്ക് തോന്നുകയാണെങ്കിൽ എന്നോട് പറയേ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി വീണ്ടും വീണ്ടും ഭക്ഷണം എടുത്തെടുത്തിട്ട് പറയുന്നുണ്ട്, എന്നോടൊന്ന് പറയൂ കുഞ്ഞാ, എന്തിനാ നീ മനസ്സിൽ വെച്ച് നടക്കുന്നത്, മറ്റുള്ളവരുടെ പറഞ്ഞാൽ അത് നിനക്കൊരാശ്വാസമാവില്ലേ എന്നൊക്കെ അശ്വിനോട് പറയുന്നുണ്ട് അഞ്ജലി. ഇതൊക്കെ കേട്ടിട്ട് അശ്വിൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് എണീറ്റ് പോയി. അശ്വിൻ എല്ലാ കാര്യങ്ങളും അഞ്ജലിയോട് പറയുന്നുണ്ട്. ശ്രുതിയെക്കുറിച്ച് ആലോചിച്ച് അമ്മായി ആകെ വിഷമിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ചാടി നടക്കുന്ന പെണ്ണാണ് അവള്, ഈ വീടിൻ്റെ അനക്കമാണ് അവള്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എണീറ്റോ എന്നിങ്ങനെ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇല്ല അമ്മായി, അവൾ കിടക്കുക തന്നെ എന്നൊക്കെ പറഞ്ഞ് പ്രീതി പോയി നോക്കുമ്പോഴാണ് ശ്രുതി അവിടെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മായി ചോദിക്കുന്നുണ്ട്, നീയല്ലേ പ്രീതി, അവൾ എണീറ്റിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, അതേ അമ്മായി, ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവൾ അപ്പോൾ കിടക്കുകയായിരുന്നു, ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇതാ ജിലേബി ഉണ്ടാക്കുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, ഇതെന്താ ഈ കുട്ടി ജിലേബി ഉണ്ടാക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുകയാണ്. അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട്, നീ ഏതായാലും അവളെ പോയി രക്ഷിച്ചത് നന്നായി കുഞ്ഞാ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, നീ എന്തിനാ അവളോട് ഇങ്ങനെ പൗരുഷമായി എപ്പോഴും സംസാരിക്കുന്നത്, പെരുമാറുന്നത്, അവളൊരു പാവമല്ലേ എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. നീ എന്താ മനസ്സിലൊന്നു വെച്ച് പുറത്ത് വേറെ പെരുമാറുന്നേ എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാ ചേച്ചി, എനിക്കത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശരിയാണ്, കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കൈപ്പേറിയ സംഭവങ്ങളിലൂടെയാണ് നമ്മളിവിടെ എത്തിയത്, നീ ഇവിടെ തുഴഞ്ഞെത്തിയത് ഈ ചേച്ചിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി തന്നത്, എന്ന് വെച്ച് നീ എന്തിനാ കുഞ്ഞാ നിന്റെ ജീവിതം കളയുന്നത്, നീ അതൊക്കെ മറന്നേക്ക് എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, ഞാനൊന്നും ഓർത്തെടുക്കുന്നില്ല, അങ്ങനെ ഓർത്തെടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു ചേച്ചി, ആ ഒരു വീട്ടിൽ ഒരു റൂമിൽ ഞാൻ അടഞ്ഞിട്ട് പോയേനെ എന്നൊക്കെ അശ്വൻ പറയുന്നുണ്ട്. കുട്ടിക്കാലത്തുണ്ടായ ആ കൈപ്പേറിയ സംഭവം തന്നെയാണ് എന്നെ വാശിയിൽ ഈ നിലയിൽ എത്തിച്ചേ എന്നൊക്കെ അശ്വൻ അഞ്ജലിയോട് പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലി പറയുന്നുണ്ട്, ഞാനൊന്ന് അവളെ വിളിച്ചു നോക്കട്ടെ, എൻ്റെ അടുത്ത് നമ്പർ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നിന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അശ്വൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അമ്മായിയും ശ്യാമും പ്രീതിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കുന്നുമുണ്ട്. ശ്രുതിയുടെ ജിലേബി ഉണ്ടാക്കൽ കഴിഞ്ഞോ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് അഞ്ജലി അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. പ്രീതിയാണ് പോയി എടുക്കുന്നത്. പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ശ്രുതിക്ക്, ഞാൻ അശ്വൻ്റെ ചേച്ചിയാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയുടെ അടുത്തേക്ക് അശ്വൻ വരികയാണ്. അശ്വനോട് പറയുന്നുണ്ട്, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഞ്ഞാ, നീ അതറിയാനാ ഇവിടെ വന്ന് നിൽക്കുന്നേ, എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അഞ്ജലി പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, അതൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതിയുടെ ചേച്ചി കുറച്ച് ദേഷ്യപ്പെട്ട പെരുമാറിയത്, അത് പിന്നെ എല്ലാ ചേച്ചിമാരും അങ്ങനെയല്ലേ, സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ തന്നെയല്ലേ പെരുമാറുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അശ്വനോട് അഞ്ജലി. നീ വിഷമിക്കൊന്നും വേണ്ട, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി അവിടുന്ന് പോകുന്നുണ്ട്. അശ്വന് ഒരുപാട് സമാധാനം ആവുന്നുണ്ട്. ജിലേബി വീണ്ടും വീണ്ടും ശ്രുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മായും പ്രീതിയും ശ്യാമും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്.
അമ്മായും പ്രീതിയും പറയുന്നുണ്ടെങ്കിലും ശ്രുതി കേൾക്കുന്നില്ല. അമ്മായും പ്രീതിയും അവിടെ നിന്നും പോവുകയാണ്. ശ്യാം പറയുന്നുണ്ട്, ശ്രുതി ഈ ഐഡിയ കൊള്ളാമല്ലോ, എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ സങ്കടവും ടെൻഷനും മാറുമെന്ന് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ശ്യാം പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഒരു ജിലേബി എടുത്തിട്ട് പറയുന്നുണ്ട്, ജിലേബി ഉണ്ടാക്കി ഇങ്ങനെ ചുറ്റിപ്പിടഞ്ഞ് കിടന്ന നിന്റെ ടെൻഷൻ മാറില്ല ശ്രുതി. ഇനി നിന്നും നമ്മൾ പറിച്ചെടുത്ത് ഓരോന്നായി എടുത്ത് തിന്നുമ്പോഴേ അതിൽ നിന്നുള്ള ആ ടെൻഷനും ആ കുരുക്കുകളൊക്കെ മാറുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് അതൊരു സമാധാനമാവുകയാണ്. ശ്രുതി ജിലേബി ഉണ്ടാക്കൽ നിർത്തിയിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, മോ വന്നത് ഏതായാലും നന്നായി, കൃഷ്ണനാണ് മോനെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ ശ്യാമിനോട് അമ്മായിയും പ്രീതിയും പറയുന്നുണ്ട്. അശ്വിൻ പോയത് ശ്രുതിയെ കാണാനാണെന്ന് അഞ്ജലി മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒരുപാട് സമാധാനമാവുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഏതായാലും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ മനോരമ പറയുകയാണ്, ലാവണ്യയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ സാരി ഗേളിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഈ ലാവണ്യ തന്നെ എന്നൊക്കെ പറയുമ്പോൾ അശ്വിനെ കുറിച്ച് ചിന്തിച്ചിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ അഭിപ്രായം ഇവിടെ ചോദിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടിട്ട് മനോരമയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, അത് എന്ത് വെച്ചാലും ഞാൻ അവനെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, മുത്തശ്ശി അവനോട് കുറച്ച് സ്നേഹത്തോട് സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, സ്നേഹത്തോടെ പറയാൻ ചെന്ന നിന്റെ അനിയൻ എന്നെ കേൾക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവന് എണീറ്റ് പോകുമ്പോൾ മനോരമ പറയുകയാണ്, ആ പറഞ്ഞത് അഞ്ജലി നീ വെറുതെ വിടാൻ നിൽക്കണ്ട, ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ തട്ടിവിടുന്നുണ്ട് മനോരമ. യു വെറി ഐ ഡോണ്ട് വെറി എന്നൊക്കെ പറഞ്ഞ് മനോരമ അവിടുന്ന് എണീറ്റ് പോവുകയാണ്. അഞ്ജലി ആണെങ്കിൽ ഒരുപാട് അസ്വസ്ഥമാണ്. അശ്വിനെ കുറിച്ച് ചിന്തിച്ചും മുത്തശ്ശിയെ കുറിച്ച് ചിന്തിച്ചും അഞ്ജലി ആകെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്നതാണ് കാണിക്കുന്നത്.